നിങ്ങൾക്ക് സമയമുണ്ടോ? സമയമുണ്ടെങ്കിൽ ഇത് കേട്ടിട്ട് പോകും. കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നഷ്ടം. മാനവരാശി ഉദയം കൊണ്ടിട്ട് കാത് മുളച്ചിട്ട് ഇന്നുവരെ കേൾക്കാത്ത വലിയ താത്വികമായ അവലോകനവും അറിവും നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ പോവാണ്. ചെറിയ ആളൊന്നുമല്ല, പ്രൊഫസർ കാളിച്ചേട്ടൻ. പിന്നെ ഉസ്താദ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഹൈന്ദവ മതവും ഇസ്ലാം മതവും തമ്മിലുള്ള അല്ലെങ്കിൽ അതിലെ വിശ്വാസികൾ തമ്മിൽ ഈ ഹൈന്ദവ മതം ഇസ്ലാം മതം എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ സാധുക്കളായ ഹിന്ദു സഹോദരൻ തെറ്റിദ്ധരിക്കരുത്. മുസ്ലിമീങ്ങളും മനസ്സിലാക്കേണ്ടത് ഹിന്ദു മതം എന്ന് പറയുന്ന ആശയം പവിത്രമാണ്, മഹിതമാണ്. അത് നമ്മളതൊക്കെ കാണുന്നത് രാഹുൽ ഈശ്വർ അടക്കമുള്ള സാധുക്കളായ നല്ല മനുഷ്യരിലൂടെ നമ്മൾ കാണുന്നത്. ശ്രീനാരായണ ഗുരു, വിവേകാനന്ദ സ്വാമി, ഇവരൊക്കെയാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്നത്. സംഘപരിവാറുകാരൻ നമ്മൾ വേറിട്ട് തന്നെ കാണുന്നത്. അപ്പം ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം പറയാൻ പോകണേ, കേട്ടോണേ. വലിയൊരു മാറ്റമുണ്ട്. അവര് ഈ പണ്ഡിതന്മാരെ വല്ലാണ്ടങ്ങ് സ്നേഹിക്കും. മുസ്ലിമീങ്ങൾ പണ്ഡിതന്മാരെ വല്ലാതെ സ്നേഹിക്കും. ഇത് പറയേണ്ടി വന്ന കാരണം മറ്റൊന്നും കൊണ്ടല്ല. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉസ്താദന്മാർ എന്ത് പറഞ്ഞാലും, പണ്ഡിതന്മാർ എന്ത് പറഞ്ഞാലും അവർ ഉൾക്കൊള്ളും. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ വിവേകത്തോട് ചിന്തിക്കുന്നവരാണെന്ന് പറയാൻ വേണ്ടിയാ. കോമഡിയാണ് കേട്ടോ. മലം നോക്കിയിട്ട് അത് സ്വർണ്ണമാണെന്ന് പറഞ്ഞാൽ അത് സ്വർണ്ണമാണെന്ന് തർക്കിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവരാണ് നിങ്ങളുടെ ഫോളോവേഴ്സ്. അതായത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളായ സഹോദരങ്ങളൊക്കെ ഞാൻ വിസർജ്യം സ്വർണ്ണമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉൾക്കൊള്ളും. അത്രക്കുള്ള ബുദ്ധി നിങ്ങൾക്കുള്ളതാണ് കാളിച്ചേട്ടൻ പറയുന്നത്. എന്നാൽ ഞാൻ മലം നോക്കിയിട്ട് സ്വർണ്ണമാണെന്ന് പറഞ്ഞാൽ ഒന്ന് നീച്ചു പോടാൻ അറിയുന്നു പറയും. കാരണം എന്റെ സമൂഹം വകതിരിവുള്ളവരാണ്. മനസ്സിലായല്ലോ. അപ്പൊ കാളിച്ചേട്ടനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഉൾക്കൊള്ളുന്ന മനുഷ്യരൊക്കെ വളരെ വിവേകമുള്ള, ബുദ്ധി കൂർമ്മതയുള്ള, ചിന്താശേഷിയുള്ള മനുഷ്യന്മാരാണ്. ഓക്കെ, ശരി. ഞാൻ അല്ലെങ്കിൽ മുസ്ലിം പണ്ഡിതന്മാർ എന്തു പറഞ്ഞാലും അങ്ങനെ തന്നെ അപ്പാടെ വിശ്വസിക്കുന്നവരാണെന്ന് തന്നെ കൂട്ടുക മുസ്ലിം സമൂഹം. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്ത് തീരെ തന്നെ നിലവാരമില്ലാത്ത മനുഷ്യരായിപ്പോയല്ലേ. എന്നാൽ കാളിച്ചേട്ടൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തിരുത്തി കാളിച്ചേട്ടൻ തന്നെ ഇതിന് മറുപടി പറയും. അതാ രസം. മുസ്ലിം കുടുംബത്തിലെ കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി കാണുന്ന ആളുകളിലൊക്കെ ഒരു മുസ്ലിം കുടുംബത്തിലെ കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി കാണുന്ന ആളുകളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു വിശ്വാസവും കാര്യങ്ങളും കൂട്ടിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് പിന്നെ അവിടുന്ന് ആ കുട്ടി കാണുന്നത്. ആ കുട്ടി മോശമായിട്ടുള്ള ഒരു കാഴ്ചയും അവരുടെ കുടുംബത്തിൽ നിന്ന് കാണുന്നില്ല. അതിനോടൊപ്പം തന്നെ ആ കുട്ടിക്ക് ഒരു ബുദ്ധി ഉറയ്ക്കുന്ന സമയമാകുമ്പോൾ കുട്ടികളെ മതം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കാം. ഈ കുട്ടി ഓട്ടോമാറ്റിക്കലി ആ ഒരു കൾച്ചറിലോട്ട് പോവാണ്. മുസ്ലിം കുടുംബത്തിലായാലും ഗൾഫുകാര് കാര്യങ്ങൾ വരുന്നു, ഭയങ്കരമായിട്ടുള്ള സ്നേഹം, കൂടിച്ചേരലുകൾ, അനങ്ങിയ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, അവിടെ വരുന്നു, ഇവിടെ വരുന്നു. അവര് കുടുംബങ്ങൾ തമ്മിൽ ഭയങ്കര ബന്ധങ്ങൾ കൊണ്ടുനടക്കുന്നു. ഹിന്ദുവിന്റെ കുടുംബത്തിലോട്ട് വരുമ്പോ എങ്ങനെയാണ് ഈ കുട്ടികൾ ഇങ്ങനെ ഈ ലഹരിക്കടിമയും നേരത്തെ കാളിച്ചേട്ടൻ പറഞ്ഞത് പോട്ടെ കാര്യങ്ങളായിട്ട് വരുന്നത്? അത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി. യഥാർത്ഥമായിട്ട് ചിന്തിക്കണം കേട്ടോ. നിങ്ങളുടെ വീട്ടിലൊരു കുട്ടി ജനിച്ചാൽ കുപ്പി 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 നിങ്ങളുടെ വീട്ടിലെ കുട്ടിക്ക് 28 കെട്ടാൻ കുപ്പി, നിങ്ങളുടെ കുട്ടിക്ക് പിറന്നാൾ കഴിക്കാൻ കുപ്പി, നിങ്ങളുടെ അച്ഛന് പിറന്നാൾ കഴിക്കാൻ കുപ്പി, അമ്മയ്ക്ക് പിറന്നാൾ കഴിക്കാൻ കുപ്പി, അച്ഛന്റെ ഷഷ്ടിപൂർത്തിക്ക് കുപ്പി, അച്ഛന്റെ പട്ടടയ്ക്ക് വെക്കുമ്പോ കുപ്പി. നടന്നാലും കുപ്പി. നമ്മളൊന്നും ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. ഇനി കാളിച്ചേട്ടൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാളിച്ചേട്ടൻ ഇപ്പോൾ പറഞ്ഞല്ലോ, മുസ്ലിം പണ്ഡിതന്മാർ വിസർജ്യം കാണിച്ചിട്ട് സ്വർണ്ണമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പാടെ വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങളെന്ന് പറഞ്ഞല്ലോ. കാളിച്ചേട്ടാ, ഇതേ ഒരു പ്രയോഗം ഞാൻ സോഷ്യൽ മീഡിയ നടത്തിയെന്ന് വിചാരിക്കുക. ഹിന്ദു സന്യാസിമാരെന്നൊക്കെ പറഞ്ഞാൽ അവരെന്ത് പറഞ്ഞാലും ഹിന്ദു സമൂഹം ഉൾക്കൊള്ളുന്നവരാണ്. ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ വിവേകമുള്ളവരാണ്, വകതിരിവുള്ളവരാണ്. അവർക്ക് വകതിരിവില്ലെങ്കിൽ നിന്നെയൊക്കെ അവർ ചുമന്നുകൊണ്ട് നടക്കൂലേ. നിന്നെപ്പോലത്തെ സാധനങ്ങളൊക്കെ സ്വയം ലാലേട്ടനെ വിശ്വസിപ്പിച്ച് 90 ഡിഗ്രി ചരിഞ്ഞിങ്ങനെ വർത്താനം പറയുന്നത് നിങ്ങളെയൊക്കെ അങ്ങനെ തന്നെ അവരെടുത്ത് വിഴുങ്ങത്തില്ല. അങ്ങനെ വിഴുങ്ങുമായിരുന്നു എങ്കിൽ ഈ പറഞ്ഞതിനെ സംഘപരിവാറുകാരല്ലാത്ത ആരെങ്കിലും തലയെ ചുമന്നു നടക്കും. നോക്കൂ, ഞാൻ മനസ്സിലാക്കിയുള്ള ചില സത്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തണം. പശുവിന്റെ കൊമ്പുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. പശുവിന്റെ നാടൻ പശുക്കളുടെ കൊമ്പുകൾ അതിലേറ്റവും കൂടുതൽ ഈ റേഡിയോ ആക്ടിവിറ്റി അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. വേണമെങ്കിൽ നമുക്ക് റിസർച്ച് നടത്താം. അതായത് ഒരു FM റേഡിയോ ഓൺ ആക്കിയിട്ട് പശുവിന്റെ കൊമ്പിന്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം നിങ്ങൾ കേൾക്കില്ല, വെറും ഒരു ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ. പശുവിന്റെ ചാണകം, ഈ ചാണകത്തെ ഒരു വിലയില്ലാത്ത സാധനമായിട്ടാണ് ഇപ്പൊ സർക്കാർ കാണുന്നത്. ഇന്ന് നമുക്ക് അറ്റോമിക് പവർ സ്റ്റേഷനിലേക്ക് വേണ്ടുന്ന പ്ലൂട്ടോണിയം, ഒരറിവും ചെറുതല്ല ഏട്ടാ. എന്നാൽ ഇതൊക്കെ ഇവിടുത്തെ എല്ലാ ഹൈന്ദവ സഹോദരങ്ങളും അംഗീകരിക്കുമോ? എന്തിനേറെ പറയണം, വിശ്വാസത്തിൻ്റെ പേരിൽ പച്ചത്തെറി പാട്ടായിട്ട് പാടുന്നില്ലേ? പച്ചത്തെറി, പത്തിപ്പടിക്കുന്ന പെണ്ണിനെ കാണുമ്പം എന്ന് പറഞ്ഞാൽ പാടുന്നില്ലേ?
അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിലൊക്കെ ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങൾ നല്ലവരായവർ വന്നിട്ട് ഇതൊക്കെ എന്ത് ആചാരമാണെന്ന് എന്ത് വിശ്വാസമാണെന്ന് ചോദിക്കുന്നില്ലേ. അതുകൊണ്ട് കാളിച്ചേട്ടൻ തന്നെ ചോദ്യം ചോദിക്കും, കാളിച്ചേട്ടൻ തന്നെ കൊണ്ട് തന്നെ ഉത്തരം പറയിക്കാനുള്ള എല്ലാ സാധനവും ഇവിടെ നിലവിൽ സ്റ്റോക്കാണ്. അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് പോയിക്കോട്ടെ. എങ്ങനെ? അപ്പോൾ കാളിച്ചേട്ടൻ സംസാരിക്കുന്നത് പോലെ, ഞാൻ ഭാരതീയൻ സംസാരിക്കുന്നത് പോലെ ഒരു സമൂഹത്തെ അങ്ങനെ തന്നെ അപഹസിച്ചും അപകീർത്തിപ്പെടുത്തി സംസാരിച്ചാൽ മുസ്ലിം സമൂഹം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യർ അവർ പറയും അത് ശരിയല്ല, ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, നിങ്ങൾ ഈ പണി നിർത്തണമെന്ന് പറയും. നിങ്ങൾ അങ്ങനല്ല. നിങ്ങൾ എത്രത്തോളം വിദ്വേഷം പറയുന്നുവോ സംഘപരിവാറുകാർ നിങ്ങളെ പോയിട്ട് പൂജിക്കും. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ മാന്യമായി സംസാരിക്കുന്ന ഒരു മനുഷ്യനുണ്ടോ? ഈ തെറിയും തെമ്മാടിത്തരം അല്ലാതെ മാന്യമായി സംസാരിക്കുന്ന ഒരു മനുഷ്യനുണ്ടോ? എന്തുകൊണ്ട്? നിങ്ങൾ സൃഷ്ടിച്ചെടുത്തതാണ് ആ സമൂഹത്തെ.